ഇന്ന് നമ്മൾ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ കട്ടിങ് വീഡിയോ കാണാത്ത കൂട്ടുകാർ ഇപ്പം തന്നെ പോയി കട്ടിങ് വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഈ സ്റ്റിച്ചിങ് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ബാക്കിലെ ടക്കിങ്ങിൻ്റെ മാർക്കിങ്ങുകളൊക്കെ ഞാൻ ഈ സ്റ്റിച്ചിങ് വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനായി ആദ്യം നമുക്ക് സ്ലീവ് ഒന്ന് കറക്റ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്ലീവ് ഇതേപോലെ കറക്റ്റ് ചെയ്തൊന്ന് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് രണ്ട് പീസും ഇതേപോലെ നടുക്കിയിട്ടിട്ട് ഇവിടെ നമ്മൾ കട്ടിങ് വീഡിയോയിൽ കാണിച്ചായിരുന്നു ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വിട്ടാനായിട്ടുള്ള മാർക്കിങ് ഒന്നും കൂടെ കാണിച്ചു തരുവാണ്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കാം. നമുക്ക് ഫ്രണ്ട് ആം ഹോള് കറക്റ്റ് ഏതാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മെയിൻ ക്ലോത്ത് ഇതേപോലെ നിവർത്തിയിടുക. അതിന് മുകളിൽ നമുക്ക് ലൈനിങ് ഇതേപോലെ ഒന്ന് കറക്റ്റാക്കി വയ്ക്കുക. ലൈനിങ് ആണ് നമ്മുടെ കറക്റ്റ് അളവ്. മെയിൻ ക്ലോത്ത് ഇച്ചിരി കൂടുതലായിട്ട് കാണുന്നത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയത് ഒരേ സൈഡിൽ ഇതുണ്ടോ, ഈ ഒരു സൈഡും അതേപോലെ ഈ ഒരു സൈഡും ഫ്രണ്ട് ആം ഹോളാണ്. അതൊരേ സൈഡിൽ വരുന്ന രീതിയിൽ ഇട്ടതിന് ശേഷം വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വശങ്ങൾ മാറിപ്പോകാതിരിക്കാനാണ്. അത് പിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. പിൻ ചെയ്തിട്ട് വേണം, ഇതിങ്ങനെ ഒഴുകി കിടക്കുന്ന തുണിയായതുകൊണ്ട് പിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയില്ല. അപ്പോൾ നമുക്കിതുണ്ടോ, ഇതിൻ്റെ സൈഡ് നമ്മൾക്ക് ഇതേപോലെ ഒന്ന് മടക്കി വയ്ക്കാം. മടക്കി വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ആദ്യം മടക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ചും കൂടെ മടക്കിയതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ 2 സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇനി മെയിൻ ക്ലോത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ കട്ട് ചെയ്തുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. നമ്മുടെ ലൈനിങ് കട്ടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കട്ടായി പോയാൽ നമ്മുടെ അളവുകളൊക്കെ മാറിപ്പോകും. നമ്മൾ ലൈനിങ് അത്ര കറക്റ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സ്ലീവും ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഇതുണ്ട്, നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഇതേപോലെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഭാഗം നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് നമുക്ക് മെയിൻ പീസുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് ആം ഹോളിൻ്റെ ഭാഗത്തൊന്ന് പിൻ ചെയ്തു. എന്നിട്ട് നമ്മൾ ഷോൾഡർ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുവാണ്. അതിനുശേഷം നമ്മൾ തുണിയും തിരിച്ചിട്ടിട്ട് ആം ഹോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നേരെ ഇതേപോലെ തുണിയിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക. ഇടയ്ക്ക് ഓരോ പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് കറക്റ്റായിട്ട് ലൈനിങ്ങും അതേപോലെ തന്നെ മെയിൻ ക്ലോത്തും ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ചെയ്യുക. എന്നിട്ട് നമ്മൾ താഴെ വരുമ്പോൾ ഒരു ഇഞ്ച് മുകളിലായിട്ട് ഒന്ന് കെട്ടിട്ട് നിർത്തുക. ലൈനിങ്ങിൻ്റെ 1 ഇഞ്ച് മുകളിലായിട്ടൊന്ന് കെട്ടിട്ട് നിർത്തുക. അതിന് ശേഷം നമ്മൾ ഇതുണ്ട് മെയിൻ ക്ലോത്ത് നമുക്കൊന്ന് മാറ്റിയിട്ടിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് മടക്കി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഒരു 1/2 ഇഞ്ചിൽ മടക്കിയടിക്കുക. ആദ്യം 1/4 ഇഞ്ചൊന്ന് മടക്കുക. അതിനുശേഷം അതിന് മുകളിൽ 1/2 ഇഞ്ചും കൂടെ മടക്കിയിട്ട് നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്താൽ. കണ്ടില്ലേ, ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തു. ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ലൈനിങ്ങുമായിട്ട് മുകളിലോട്ടൊന്ന് അറ്റാച്ച്, ഒരു സൈഡിലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ, അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. മറു സൈഡും ഇതേപോലെ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് കൂടുതലായിട്ട് നിൽക്കുന്ന മെയിൻ ക്ലോത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആം ഹോളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ ലൈനിങ് ഒരു ശകലം പോലും കട്ട് ചെയ്ത് പോകരുത്. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഈ ഒരു സൈഡും അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. സെൻറ്റർ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 2 പീസും ബാക്ക് പീസും അതേപോലെ തന്നെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൽ ഞാൻ ടക്ക് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ സെൻറ്റർ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വയ്ക്കുക. നമ്മൾ ടക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ചുരിദാർ നല്ല ഷേപ്പിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ ചുരിദാറുകൾ തയ്ക്കുമ്പോഴും ടോപ്പ് തയ്ക്കുമ്പോഴൊക്കെ ഞാൻ ടക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. കുർത്തയ്ക്കും എല്ലാം ഞാൻ ടക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ സെൻറ്റർ ഒന്ന് മടക്കി പിൻ ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഫോൾഡ് ചെയ്ത ഭാഗം നമ്മളുടെ വശത്തേക്ക് വരുന്ന പോലെയാണ് ഇടേണ്ടത്. കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നും താഴേക്ക് 8 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. ഇത് വണ്ണം കുറഞ്ഞ ആളിൻ്റെ ആയതുകൊണ്ട് നമുക്ക് 8 ഇഞ്ച് മതി. വണ്ണം കൂടിയ ആൾക്കാർക്ക് അതനുസരിച്ച് ആ ടക്കിൽ വ്യത്യാസം വരും. അത് ഞാൻ ഓരോ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലും കാണിച്ചു തരാം. കണ്ടില്ലേ? ഇവിടെ ഒരു 8 ഇഞ്ച് അടയാളപ്പെടുത്തി, വീണ്ടും ഒരു 8 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തി, അതിന് ശേഷം മുകളിലത്തെ ഭാഗത്തുനിന്ന് 3.5 ഇഞ്ച് ഇതേപോലെ ടേപ്പ് വെച്ചൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഭാഗത്തു നിന്നും 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. കണ്ടില്ലേ? അപ്പോൾ നമുക്കിതിനെ ഞാൻ വരച്ച് കാണിക്കാം. ഇതേപോലെ നമുക്ക് ടക്കിടേണ്ടത്. നമ്മൾ ഈ ഒരു മുകൾ ഭാഗം ഇതേപോലെ കുറച്ച് സെൻറ്റർ വരുമ്പോഴത്തേക്കും കുറച്ച് വീതിയിലാണ് നമ്മൾ അടിക്കുന്നത്. 4 ഇഞ്ച് സെൻറ്ററിൽ വീതി വരും. നമുക്ക് 2 സൈഡിലും ടക്ക് വേണമല്ലോ. അപ്പോൾ മറുഭാഗത്ത് നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതേപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ലൈനിങ്ങിലാണ് മാർക്കിങ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മെയിൻ ക്ലോത്തിലല്ല, ലൈനിങ്ങിലാണ് ഞാനിത് ഈ മാർക്കിങ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ടക്ക് ഇടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടുക. അല്ലെങ്കിൽ അടിച്ചില്ലെങ്കിൽ നമ്മൾ ആ ഒരു പോയിൻറ്റിൽ നിന്ന് താഴത്തെ പോയിൻ്റ് വരെ നമ്മൾ കറക്റ്റായിട്ട് തുണി അവിടെ ഇവിടെ ഒന്നും ചുളുങ്ങാത്ത രീതിയിൽ കൈ കൊണ്ട് വലിച്ചു പിടിച്ചിട്ട് നമുക്കിതേപോലെ 2 വശത്തും അടിച്ചെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇതേപോലെ അടിച്ചെടുത്തു. തിരിച്ചിട്ട് നമ്മൾ എന്താണ് ഫ്രണ്ടിൽ വരുന്ന ഭാഗം, മുകളിൽ വരുന്ന മെയിൻ ക്ലോത്താണിത്. അപ്പോൾ ആ നൂലൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം ഇതുണ്ട്, ഇതേപോലെ നമ്മളൊന്ന് പിടിച്ചിട്ട് സെൻറ്ററിൽ ഒരു 4 ഇഞ്ച് മുകളിലോട്ടും താഴേക്കും വരുമ്പോൾ നമ്മൾക്ക് ആ വീതി കുറച്ചടിച്ച് വേണം വരാൻ. ഇതുകൊണ്ട് ഇതേപോലെ നടുഭാഗം വരുമ്പോൾ വീതി കൂട്ടിയടിക്കുക. നമുക്ക് തുടങ്ങുമ്പോൾ കെട്ടിയിട്ട് വേണം അടിക്കാനായിട്ട്. അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിക്കുന്ന ഭാഗത്തും കെട്ടിടാനായിട്ട് മറക്കരുത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അഴിഞ്ഞു പോവുക. അതേപോലെ ഞാൻ 2 സൈഡിലും ടക്കിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇതേപോലൊരു പടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം നമ്മളിതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ മടക്കി വയ്ക്കുക. നല്ല വശമാണ് മുകളിൽ വന്നിരിക്കും. മടക്കിൽ മുകളിൽ വരേണ്ടത്. ലൈനിങ് അകത്ത് പോവാണ്. എന്നിട്ട് നമുക്കിതേപോലെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് താഴേക്ക് 13 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്കിതൊന്ന് നിവർത്തിയിട്ടതിന് ശേഷം ഇതുണ്ടോ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ട് സെൻറ്റർ. ഇത് നമുക്ക് ഈ ഒരു പീസിൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ മാർക്ക് ചെയ്യാം. ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടില്ല? ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തു. ശേഷം ഇതുണ്ട്, ഇതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത ഭാഗം നമ്മൾ വരച്ച ലൈനിങ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാ സൈഡും ഒന്ന് പിൻ ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ഒന്ന് വയ്ക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത്. മാറിപ്പോയാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ വയ്ക്കുക, പിൻ ചെയ്ത് ഉറപ്പിക്കുക. അതിനുശേഷം നമുക്കിതുണ്ട്, ഈ ഒരു സൈഡിൽ നമ്മളൊരു 1/2 ഇഞ്ച് അകത്തേക്ക് മടക്കി വയ്ക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4 വശവും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. 3 വശം മടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് മടക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതവിടെ നെക്കൊക്കെ വരുമ്പോൾ നമുക്ക് അകത്തേക്ക് മടക്കി വയ്ക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ബാക്കിയുള്ള 3 സൈഡിൽ നമ്മൾ മടക്കി വെച്ചിട്ട് തന്നെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ പിൻ ചെയ്ത് വയ്ക്കാം. ഇവിടം വരെ അടിച്ച് ഒന്ന് നിർത്തുക. അതിനുശേഷം ഈ ഒരു ഭാഗത്തും 1/2 ഇഞ്ച് ഒന്ന് മടക്കി വയ്ക്കുക. എന്നിട്ട് സൂചി കുത്തി നിർത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് തിരിച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ ഒരു കൈ കൊണ്ട് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരുപാട് വലിക്കരുത്, അല്ല ചുളുക്കം വരാതിരിക്കാനാണ് നമ്മൾ അതേപോലെ ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചടിക്കുന്നത്. കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അവിടെ കൊണ്ട് സൂചി കുത്തി നിർത്തുക. തുണി തിരിച്ചിടുക. വീണ്ടും നമ്മൾ ഈ ഒരു ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ട് 2 കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വലിച്ചു പിടിച്ച്
നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഒട്ടും ചുളുക്കം വരികയില്ല, നല്ല ഫിനിഷിങ്ങും ആയിരിക്കും. വളരെ വൃത്തിയായിട്ട് വേണം, നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ വർക്കാണ്, അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് വലിച്ചു പിടിച്ച് ഒക്കെ വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതേപോലെയൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ചുളിവൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്കാണ് വയ്ക്കുന്നത്. നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ളൊരു നല്ല കറക്റ്റായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് കണ്ടതിന് ശേഷം അതും കൂടി ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബോട്ട് നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. നമ്മൾ 4 ഇഞ്ച് വീതിയിട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് ക്യാൻവാസിലേക്ക് വെച്ചൊന്ന് മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഇതിന് 2 ബാക്കി നെക്ക് ഞാൻ ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിതിന് സെൻറ്റർ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസും നമ്മളൊന്ന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഒരേപോലെ വരുന്ന രീതിയിലൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം, കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാത്ത രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ ആ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ തന്നെ ചെയ്യണം, ക്യാൻവാസിലോട്ട് കയറണ്ട. ഇതേപോലെ അരയിഞ്ചിൽ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മുടെ നൂല് കട്ടാവാത്ത രീതിയിൽ ഇതേപോലെ ചെറിയ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് മുകളിലോട്ടാക്കി വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മുടെ ക്യാൻവാസ് വഴി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇല്ല, അപ്പോൾ നമുക്ക് നല്ല മനോഹരമായിട്ടൊരു ബോട്ടിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പല ബാക്കും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. ഷോൾഡർ ഇതേപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം, ഇതേപോലെ കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് കെട്ടിയിട്ട് വേണം അടിക്കാനായിട്ട്. 2 സൈഡിലും കെട്ടിടണം, ഇവിടെയും കെട്ടിടണം. 2 സ്റ്റിച്ചാണ് നമ്മൾ ഷോൾഡറിന് കൊടുക്കേണ്ടത്. ഉണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടി. അങ്ങനെ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സ്ലീവ് നമ്മൾ സെൻറ്റർ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പകുതി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ട് വശത്ത് വരുന്ന രീതിയിൽ വയ്ക്കണം. നല്ല വശം തമ്മിൽ ചേർത്ത് വയ്ക്കണം. ലൈനിങ് ആണ് സ്ലീവിൻ്റെ മുകളിൽ വരേണ്ടത്. നമ്മൾ സ്ലീവ് കട്ട് ചെയ്താൽ കറക്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. വീണ്ടും നമ്മൾ തിരിച്ച് സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് അടുത്ത ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ സെൻറ്ററിൽ കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്ത് ഇതെവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ ഞാൻ മറ്റേ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ എന്ന് വെച്ചിട്ട് നമുക്ക് സൈഡൊന്ന് കറക്റ്റായിട്ട് കൂട്ടി അടിച്ചെടുക്കാം. ഈ ഒരു ഹോൾ വരുന്ന ഭാഗം രണ്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിൻ ചെയ്ത് വയ്ക്കാറുണ്ട്. അതുകൊണ്ട് ഇതേപോലെ ചേർത്തൊന്ന് പിൻ ചെയ്ത് വയ്ക്കും. എന്നിട്ടാണ് ഞാൻ സ്ലീവിൻ്റെ മാർക്കിങ്ങൊക്കെ ചെയ്ത് അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മളിതേപോലെ മുട്ടിൻ്റെ ഭാഗത്തെ മാർക്കിങ്, മുട്ടിൻ്റെ അതേ വണ്ണമാണ് അവിടെ അടയാളപ്പെടുത്തുന്നത്. മുട്ടിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മുകളിലായിട്ടുള്ള വണ്ണം അടയാളപ്പെടുത്തി. ഇത് നമ്മൾ 1.5 ഇഞ്ചല്ലേ തയ്യൽ തുമ്പിട്ടിരിക്കുന്നത്, 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഷേപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പിട്ടിരിക്കുന്നത്, അതും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. ആ 1 ഇഞ്ചിലേക്ക് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്തുക. അതേപോലെ തന്നെ നമ്മൾ 3 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ 3 സ്റ്റിച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ സ്ലിറ്റിൻ്റെ സൈഡൊന്ന് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അത് ആദ്യം 1/4 ഇഞ്ചിലൊന്ന് മടക്കി വീണ്ടും നമ്മൾ 1/2 ഇഞ്ചിലൊന്ന് മടക്കിയതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
ഒരേ വീതിയിൽ ഒന്ന് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വളഞ്ഞൊന്നും പോവാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുണ്ട്, ഇതേപോലെ താഴെഭാഗം നമ്മൾ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഫുള്ളും ഒന്ന് മടക്കി അടിക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഓരത്തു കൂടെ വീണ്ടും ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ഫുള്ളും നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്ലിറ്റിൻ്റെ ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്കിൻ്റെ ഇതുണ്ട്, ഈ ഒരു ഭാഗം ഹെമ്മിങ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മളതിനായിട്ട് ഇതുണ്ടോ ഇതേപോലെ പിടിച്ചിട്ട് നമുക്ക് വളരെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കാരണവശാലും ഇങ്ങനെ മെഷീനെ വെച്ച് അടിച്ചെടുക്കുകയില്ല. ഇതേപോലെ നീറ്റായിട്ട് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെമ്മിങ് ചെയ്താണ് എടുക്കാറുള്ളത്. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.